ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ കയറി. എന്നിട്ടും ലങ്കാനഗരം കാണാനാവുന്നില്ല. അവൻ തന്റെ ശരീരം വാനം മുട്ടെ വലുതാക്കി. അപ്പോൾ അതിമനോഹരമായ ഒരു നഗരം അവൻ കണ്ടു. അതായിരുന്നു ലങ്ക. ലങ്കയിലേക്ക് ചാടാൻ ഹനുമാൻ കുതിച്ചു. ഹനുമാൻ വായിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ വേഗത കൊണ്ട് ഒരു കൊടും കാറ്റുണ്ടായി. കടലിൽ തിരമാലകൾ ഉയർന്നു. അവ ഹനുമാനു മുമ്പേ ലങ്കയിലേക്ക് കുതിച്ചു. രാമദൂതനായി പോകുന്ന ആ വാനരനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ദേവതമാർ തീരുമാനിച്ചു. അതിന് അവർ നാഗമാതാവായ സുരസിയെ നിയോഗിച്ചു. അവൾ ഘോരരൂപത്തിൽ വായ തുറന്ന് ഹനുമാനെതിരെ ആകാശത്തൂടെ പാഞ്ഞു വന്നു. അവൾ ആക്രോശിച്ചു, വാനര, നീയാണ് ഇന്നെന്റെ ഭക്ഷണം. ഇത് നിന്റെ അന്ത്യനിമിഷമാണ്. ആ ഭീകരജീവിയുടെ അട്ടഹാസം കേട്ടിട്ടും ഹനുമാൻ ഭയന്നില്ല. ഹനുമാൻ അവളെ നോക്കി, ഒരു സ്ത്രീയായ നീ വിശന്നിരിക്കുന്നതിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ശ്രീരാമന് വേണ്ടി ഒരു ദൗത്യവുമായാണ് ഞാൻ പോകുന്നത്. മടങ്ങി വരുമ്പോൾ ഞാൻ നിനക്ക് ഭക്ഷണമായിക്കൊള്ളാം. ഹനുമാൻ ആ രാക്ഷസിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ സർപ്പരാക്ഷസി കോപത്തോടെ ഹനുമാനെ വിഴുങ്ങാൻ വാ തുറന്നു. ആഞ്ജനേയൻ ഉടനെ തന്റെ ശരീരം വലുതാക്കി. സുരസ ആ വലുപ്പത്തിൽ വാതുറന്നു. എന്നിട്ട് ഹനുമാൻ അവളുടെ വായിൽ പ്രവേശിച്ച് തന്റെ ശരീരം കടുകുമനം പോലെ ചെറുതാക്കി. ക്ഷണനേരം കൊണ്ട് അവൻ അവളുടെ ചെവിയിലൂടെ പുറത്തേക്ക് കടന്നു. സുരസ തോറ്റു. അവൾ സമർത്ഥനായ ഹനുമാനെ അനുഗ്രഹിച്ച് ദേവലോകത്തേക്ക് തിരിച്ചുപോയി. സർപ്പത്തിന്റെ വായിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഹനുമാൻ ആ നാഗമാതാവിന്റെ അനുഗ്രഹവും വാങ്ങി ആകാശത്തിലൂടെ ലങ്കയെ ലക്ഷ്യമാക്കി അതിവേഗം നീങ്ങി. നീലക്കടലിന് മുകളിലൂടെ നീങ്ങുന്ന ഹനുമാൻ തന്റെ മുന്നിലേക്ക് ഒരു കരിങ്കടൽ പോലെ വലിപ്പമുള്ള എന്തോ വരുന്നത് കണ്ട് അമ്പരന്നു. പർവ്വതം പോലെ വലിപ്പമുള്ള ഒരു രാക്ഷസിയുടെ വരവായിരുന്നു അത്. ആ രാക്ഷസി ഹനുമാനെ തടഞ്ഞു നിർത്തിയിട്ട് ഗർജിച്ചു, ഈ വാനമാർഗത്തിലൂടെ പോകുന്ന ആരെയും നിഴലോടുകൂടി ആകർഷിച്ചു വിഴുങ്ങാൻ വരം കിട്ടിയവളാണ് ഈ ഞാൻ. അതിനാൽ നീയാണ് ഇന്നെന്റെ ആഹാരം. ഹനുമാൻ അത് കേട്ടിട്ടും അല്പം പോലും ഭയപ്പെട്ടില്ല. തനിക്ക് ലങ്കയിൽ ചെന്ന് ഒരു ദൗത്യം നിറവേറ്റണമെന്നും അതിനാൽ തന്നെ ഉപദ്രവിക്കരുതെന്നും ഹനുമാൻ അപേക്ഷിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഛായാഗ്രാഹിണി എന്നാണ് ആ ദുഷ്ടരാക്ഷസിയുടെ പേര്. രാക്ഷസി യാതൊരു ദയവുമില്ലാതെ ഹനുമാനെ നിഴലോടെ വിഴുങ്ങി. ദേവതമാർ അതുകണ്ട് ഭയന്നു. ആ രാക്ഷസിയുടെ ഹീനപ്രവൃത്തിയിൽ അവർ ദുഃഖിച്ചു. പക്ഷേ ഹനുമാൻ ഒന്നും സംഭവിച്ചില്ല. രാക്ഷസിയുടെ വയറ്റിലെത്തിയ അവൻ പെട്ടെന്ന് തന്റെ ആകാരം വലുതാക്കി. അതോടെ രാക്ഷസിയുടെ ഉദരം പൊട്ടിപ്പിളർന്നു. ഹനുമാൻ പുറത്തു കടന്നു. രാക്ഷസി ദയനീയമായ ഒരലർച്ചയോടെ കടലിൽ വീണ് മരണം വരിച്ചു. ഹനുമാൻ രാക്ഷസിയെ കൊന്നത് കണ്ട് ദേവന്മാർ സന്തോഷിച്ചു. അവർ ഹനുമാനെ പ്രശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു.